അപ്പോ നമ്മള് ഇങ്ങോട്ട് കാണിക്കും. നമ്മളൊരു നൈറ്റിലാണ്. ആര് സൈഡിലൊന്നുമില്ല. ഞങ്ങക്ക് വീഡിയോ എടുത്തിട്ട് നിങ്ങള് ഇത്തിരി പേടിയുണ്ട്. വീഡിയോ എടുത്തിട്ട് അത് കുഴപ്പമില്ല. കമന്ററി പറഞ്ഞോളൂ. അപ്പൊ ഇവിടെ ഒന്നും കാണില്ല. അച്ഛ ലൈറ്റ് ഇടോ? ഓക്കെ ഓക്കെ. അപ്പോ ഇവിടെ ഇത്തിരി സ്കേറിയാണ്. പിന്നെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു ഞങ്ങള് റൂമിലിരിക്കുമ്പോ അവിടുത്തെ കണ്ടിട്ട് വന്നിട്ട് ഒരു വീഡിയോ കാണിച്ചിരുന്നു. ലെപ്പാഡ് വന്നിട്ട് ഒരു ടൈഗർ വന്നിട്ടുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങള് ഇത്തിരി സ്കേർഡായിട്ടാണ്. നല്ല ഇരുട്ടാണ് ഗൈസ്. ഈ സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അപ്പോ ഞങ്ങൾ ഇത്തിരി കെയർഫുൾ ആയിട്ടാണ് പോകുന്നത്. കൊറേ അനിമൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. അനിമൽ ഉണ്ട്, അല്ല ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്. ഒന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് കാട്ടുപോത്ത് കണ്ടു. പിന്നെ വേറെന്താ കണ്ടത്? കാട്ടുപോത്ത്, കാട്ടാന, കാട്ടുപശു കണ്ടു. അങ്ങനെ പിന്നെ 4 കുരങ്ങന്മാരും. ആ പിന്നെ നമ്മള് മങ്കീസും കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ കൊറേ മങ്കീസ് ഉണ്ട്. പുറത്തോട്ട് കാണിക്കും. സീത പുറത്തോട്ട് കാണിക്കണ്ട. ഇവിടെ ചുറ്റും ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഞങ്ങൾ ക്ലാസ് ആണ്. ഞങ്ങളുടെ റൂമിന്റെ അകത്തോട്ട് എത്താറ് ഒത്തിരി പേടി കുറവുണ്ട്. ഇവിടുത്തെ മൃഗങ്ങൾക്കൊക്കെ ഇത് വളരെ പരിചിതമാണല്ലേ? ബാക്കില് വണ്ടികളുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ധൈര്യം. നമ്മള് ഫസ്റ്റ് വണ്ടി പോയി. നമുക്കൊരു തുണയുള്ള ആ തുണയും പോയി. ഇപ്പൊ നമ്മള് ഒറ്റയ്ക്കാണ്. പിന്നിൽ നല്ല ഡാർക്കാണ്. ഒന്നും കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ മറ്റേ ഇരുമ്പന്റെ മറ്റേ സാധനമില്ലേ, കമ്പി പോലത്തെ, അതൊക്കെ പൊട്ടിച്ചിട്ട് ആന അപ്പുറത്തേക്ക് പോയിട്ടൊക്കെ ഉണ്ട്. കണ്ടോ? ഇതൊക്കെ ഉണ്ടോ പൊട്ടിച്ചിരിക്കാണ്. മാത്രല്ല ഇവിടെ കുറെ കാട്ടുപോത്തും കാട്ടുമൂരിയൊക്കെ ഉണ്ട്. ഞങ്ങള് എന്താണ് ടീ പാർക്കിലോട്ട് പോകുമ്പോ, ഊട്ടിയിലാണ് ഞങ്ങൾ. ടീ പാർക്കിലോട്ട് പോകുമ്പോ ഞങ്ങളൊരു ഡേഞ്ചർ മൂരിനെ കണ്ടു. അത് കുറച്ച് പേര് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്താ അറിയില്ല. പക്ഷെ നല്ല സ്കേറിയാണ്. ഇവിടെ ഫുൾ ഡാർക്കാണ്. എന്റെ ക്യാമറമാൻ ഇവിടെ നല്ല ഇരുട്ടായതുകൊണ്ട് നമുക്ക് ഹോണ് നന്നായി സേഫ്റ്റിക്ക് അടിക്കേണ്ടതാണ്. നോക്കൂ, ഇതാ അമ്മ ഫാസ്റ്റ് പോകുമ്പോ അമ്മ പേടിയാണോ? വേഗം പോ. ബാക്കിലോട്ട് നോക്ക്. നല്ല ഇരുട്ടാണ്. ഒരു ബൈക്ക് പോകുന്നുണ്ട്. അവരെങ്ങനെ ഒറ്റയ്ക്ക് പോകണാവോ? ഇവിടെ നല്ല ഡാർക്കാണ്. ഇവിടെ വരണ്ട രാത്രി. കണ്ടോ പൊട്ടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ ലെപ്പാഡ് ഉണ്ട്, ടൈഗർ പോലത്തെ, ചീറ്റ പോലത്തെ ഉണ്ട്. കണ്ടോ? ഇവിടെ മൊത്തം ഡാർക്ക്നെസ് ആണ്. അപ്പത്തെ ഇവിടെ ഫുൾ നല്ല ഡാർക്കാണ്. ഇവിടെ എന്താ ചെയ്യാറിയില്ല. വണ്ടി നിർത്താൻ പുറത്തോട്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടാവും. ഇടയ്ക്ക് ഇങ്ങനെ കയറ്റം കയറുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെ അനിമൽസ്. ശരി. ഓക്കെ. അത് അപ്പൊ അപ്പുറത്തൊരു കാർ എന്തോ നിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ കാർ ലിപ്പാഡിലുള്ളത് കാരണം ഈ കാർ എന്തിനാണാവോ നിക്കുന്നത്. ആ കാറിലോട്ട് ഞങ്ങളിപ്പോ കാണിക്കുന്നുണ്ട്. കാറിൽ ആരും ഇല്ലല്ലോ. കാറിൽ ആരും ഇല്ല. കാർ ഫുൾ ഫ്രീ ആണ്. എന്താ അറിയില്ല. ഞങ്ങളുടെ പിന്നാലെ ഒരു കാർ വരുന്നുണ്ട്. ഇത്തിരി ധൈര്യമുണ്ട്. കാർ തന്നെ റിമോട്ടിലോടാണ്.
പാർക്കിലേക്ക് പോയിട്ട് വരുന്ന വഴിയാണത്. ഇപ്പൊ ഞങ്ങളുടെ കാറ്റ് പിന്നെ നല്ല ഹീറ്റാണ്, നല്ല കോൾഡാണ്. ഗ്ലാസ് ഒക്കെ അടച്ചു വെച്ചേക്കാണ്. ഡാർക്കുമാണ്. ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ഞങ്ങൾക്ക് നല്ല പേടി. ഇവിടെ നിന്ന് ഇറങ്ങി എന്ത് സംഭവിക്കാൻ നമുക്കറിയാം. നമ്മൾ തിരിച്ചേരി പോലെ തന്നെ നമുക്കറിയാം. ലെപ്പാഡിന്റെ കറക്റ്റ് സമയമായി. അതേപോലെ ഒരു കാർ വരുന്നുണ്ട്. നല്ല സ്പീഡിലാണ്. അതേപോലെ തന്നെ അപ്പുറത്ത് ഇവിടെയാണ് ലെപ്പാഡിന്റെ സ്ഥലം. അപ്പോ ലെപ്പാഡിന്റെ ഏരിയ മറ്റേ മൗണ്ടൻസിന്റെ ഒക്കെ ആണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാക്കിൽ പോയിട്ടുണ്ടായിരുന്നു. മൗണ്ടന്റെ ടോപ്പിലാണ് ലെപ്പാഡ് ഉള്ളത്. ഞങ്ങൾ ഫസ്റ്റ് ഇവിടേക്ക് ഊട്ടിയിലേക്ക് വന്ന സമയത്ത് ആ ദിവസമാണ് ഞങ്ങൾ ഒരു വാക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മലേന്റെ മേലെ അപ്പം ഞങ്ങൾ ഊട്ടിക്ക് വന്ന ആ ദിവസം തന്നെ ഞങ്ങൾ വാക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാക്കിങ്ങിന് പോയ സമയത്ത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പം വീണ്ടും ഒരു ചെറുതായിട്ട് റോഡിൽ കൂടെ നടക്കാൻ പറഞ്ഞപ്പോഴാണ് അടുത്ത ഓഫീസർ വന്നിട്ട് പറഞ്ഞു ഇത് കൂടെ നടക്കേണ്ട, ലെപ്പാഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ശരി, അതൊക്കെ എങ്ങനെ ഞങ്ങൾ മൗണ്ടൻ്റെ ടോപ്പിലോട്ട് ക്ലൈംബ് ചെയ്യാൻ പോയിരുന്നു. ഭാഗ്യം ഞങ്ങൾ മൗണ്ടൻ്റെ ടോപ്പിൽ കയറിയില്ല. അവിടെയാണ് ലെപ്പാഡിന്റെ അവിടെയുള്ളത്. ലെപ്പാഡ് ഒരു കൗവിനെയും ഒരു ഡോഗിനെയും അറ്റാക്ക് ചെയ്ത് കൊന്നു. മാത്രമല്ല കണ്ടോ അച്ഛ, വേണ്ട അത് കുത്തും, വേണ്ട മൂരി കണ്ടോ ഗൈസ്, മൂരി ഞങ്ങൾ ഇതിനെ കണ്ടു. അച്ഛ വേണ്ട, ഇതാണ് ഗൈസ് മൂരിനെ കണ്ടോ? വീഡിയോ എടുക്കണോ ഗൈസ്? ഇതാ മൂരി ഗൈസ്, ഇതാണ് ഞാൻ ഇതിനെ ലൈവ് എടുക്കണം. ഇതിനായിരുന്നു ഞങ്ങള് എന്റെ വീഡിയോയിലൊക്കെ വളരെ മോശമാണ്. ഗ്ലാസ് ഓപ്പൺ സിതാ ഗൈസ്, ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട്. ഓപ്പൺ ചെയ്യുന്നില്ല, എന്താ അറിയില്ല. മറ സിത മറ ഗൈസ്, ഇതിനായിരുന്നു ഞങ്ങൾ കണ്ടത് ടീ പാർക്കിലോട്ട് പോകുമ്പോ. ഗൈസ് ഞങ്ങൾ കണ്ടു. ഗൈസ് ഞങ്ങൾക്ക് പേടി വന്നു. മാമ ലെറ്റ്സ് ഗോ. പേടിയാണ് മാമ. അച്ഛ എന്താ ചെയ്യണേ? വീഡിയോ മാമ അടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ലൈവായിട്ട് ഉണ്ട്. എന്താ അമ്മ ചെയ്യണത്? അതാ വരുന്നോ? ഇവിടെ കാട്ടുപോത്തുണ്ട് ഗൈസ്. ഇതായിരുന്നു ഞങ്ങൾ കണ്ടത് ഗൈസ്. ഇതായിരുന്നു ഞങ്ങൾ ടീ പാർക്കിലോട്ട് പോയപ്പോ കണ്ടത്. ഇത് നല്ല ഡേഞ്ചറസ് ആണ്. കാറിനകത്തോട്ട് ഇറങ്ങി നമ്മൾ ഇടിക്കാൻ സാധ്യതയുണ്ട് ഗൈസ്. ഞങ്ങൾ എൻ്റെ മാമനാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ മാമനെ വെച്ച് പോവാൻ പറയാൻ ട്രൈ ചെയ്യാം. മാമ ഗോ മാമ. ഇതാണ് ഞങ്ങൾ ടീ പാർക്കിൽ പോയപ്പോൾ കണ്ടത്. നല്ല സ്കെയറിയാണ്, നല്ല ഡേഞ്ചറസ് ആണ്. സീതിനടുത്ത് സംസാരിക്കും. ഇനി നമുക്ക് അനിമൽസിനെ കാണാൻ പ്രതീക്ഷിക്കാം. ചിലപ്പോ ലെപ്പാഡിനെ എന്തെങ്കിലും കാണാൻ പറ്റും ഗൈസ്. ചിലപ്പോൾ നമുക്ക് ടൈഗറിനെ പോലും കാണാൻ പറ്റും ഗൈസ്. അത്രയും ഡേഞ്ചറസ് ജംഗിളാണിത്. ഞങ്ങൾ ട്രൈ ചെയ്യാം. ഞങ്ങൾ ഫ്രണ്ടിലോട്ട് ക്യാമറ പിടിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ വീഡിയോ ആയിരിക്കും ഗൈസ്. ഞാൻ റിമൈൻഡ് ചെയ്യാം, ഇതിൽ അനിമൽസിനെ കണ്ടാൽ നിങ്ങൾ പ്ലേ ചെയ്യാം.
ഗൈസ് ഞങ്ങൾ ഇത്ര നേരം ട്രൈ ചെയ്തു, അനിമൽസിനെ കണ്ടിട്ടില്ല. ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത്ര അനിമൽസിനെ കണ്ടത് തന്നെ നമുക്ക് ധാരാളം. ഓക്കെ, we will be right back. If we see some animals, we will play. Okay? Okay. Guys, ഞങ്ങളിവിടെ ചെടിയിലോട് സൈഡ് കിട്ടും. ഞാൻ നല്ല സ്കെയറാണ്. എന്താ അറിയില്ല ഗൈസ്, ഇവിടെ ഒരു കാറിനകത്ത് ആരുമില്ല ഗൈസ്. ഫ്രീ പ്രോബ്ലം ഉണ്ട് ഗൈസ്. ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലാണുള്ളത്. സീത ഇനി ഈ അഡ്വഞ്ചറിനെ കുറിച്ചിട്ട് നമ്മൾ സീത സംസാരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് ഹോട്ടൽസ് ഒക്കെ കുറേ ഉണ്ട്. നമ്മളുടെ ഹോട്ടൽസ് ഇവിടെ കുറച്ച് അടുത്ത് കുറച്ച് പോണ്ടി വരും. അപ്പോൾ കാടൊക്കെ കഴിഞ്ഞിട്ട് പോണ്ടി വരും. അപ്പുറത്തെ സൈഡൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പുറത്തെ സൈഡ് ലൈറ്റ് നമ്മൾ കണ്ടത് ഭയങ്കര സ്കെയറി ആയിരുന്നു. അത് അടുത്തേക്ക് വരണ പോലെ തന്നെയുണ്ട്. ശരിക്കും അത് അടുത്തേക്ക് വരിക തന്നെ. അപ്പുറത്ത് ബാക്കിലുള്ള കാര്യങ്ങൾ കാണുന്നൊക്കെ. ഞാനിവിടെ ചെടിയിൽ എന്തോ ഒരു സൗണ്ട് കേട്ടു. എന്തോ ഡേഞ്ചർ ആയിട്ടുള്ള എന്തോ കേട്ടു. നീ കേട്ടില്ലേ? ലെപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലെപ്പാട് നമ്മളതിന് ലൈവ് വീഡിയോ എടുക്കേണ്ടി വരുന്നു. ലെപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചു നേരം കൂടി കഴിഞ്ഞ് നമ്മൾ ഞങ്ങളുടെ റൂമിലെത്തും. റൂമിലെത്തി കഴിഞ്ഞ് ഞങ്ങൾ റൂംസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദിസ് ഇസ് ഓൾ. അനിമൽസിന് വേണ്ട ഞങ്ങൾ പ്ലേ ചെയ്യാം. സീതാ